ബിഗ് ബോസ് മലയാളം സീസൺ 7 മൂന്നാം ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക്. ചൊവ്വാഴ്ചത്തെ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നു. മോർണിംഗ് ടാസ്ക് ഇങ്ങനെയാണ്. ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ എല്ലാവരും ബിഗ് ബോസ് വീട് ഒരു കപ്പലായി കരുതിയാൽ ആ കപ്പൽ മുക്കാൻ ശ്രമിക്കുന്ന ഒരാളെക്കുറിച്ചും മുങ്ങാതിരിക്കാൻ ആ കപ്പലിനെ സേവ് ചെയ്യുന്ന ഒരാളെക്കുറിച്ചും പേര് പറഞ്ഞ് അതിൻ്റെ കാരണങ്ങളും വിശദമാക്കണം എന്നാണ്. ഓരോ മത്സരാർത്ഥികളും അവരുടെ ടേൺ അനുസരിച്ച് അവർക്ക് കപ്പൽ മുക്കുന്നതായി തോന്നിയ ആളെക്കുറിച്ചും കപ്പൽ സേവ് ചെയ്യുന്ന ആളെക്കുറിച്ചും കാര്യകാരണ സഹിതം പറഞ്ഞു. അങ്ങനെ ആ ടാസ്ക് അവസാനിക്കുമ്പോൾ ആ ടാസ്കിൽ കപ്പലിനെ സേവ് ചെയ്യുന്ന ആളുകൾ എന്ന കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് നിലവിലെ ക്യാപ്റ്റൻ കൂടിയായ ആര്യനാണ്. 8ഓളം പേർ ആര്യനെ സപ്പോർട്ട് ചെയ്തു. ഇവരിൽ പലരും ആര്യനെ സജസ്റ്റ് ചെയ്യാൻ പ്രധാന കാരണം ആര്യൻ്റെ ഈ ക്യാപ്റ്റൻസിയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. ആര്യൻ ക്യാപ്റ്റൻ ആയതു മുതൽ ബിഗ് ബോസ് വീട്ടിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നങ്ങളിലെല്ലാം വ്യക്തമായി ഇടപെടുകയും അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആര്യനെ മത്സരാർത്ഥികളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കപ്പൽ മുങ്ങാതിരിക്കാൻ ശ്രമിക്കുന്ന മത്സരാർത്ഥി എന്ന നിലയിൽ ആര്യനെ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുത്തത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 2ാം സ്ഥാനത്തെത്തുന്ന ആളെക്കുറിച്ചാണ്. അത് അനീഷാണ്. ബിഗ് ബോസ് വീട്ടിലെ അനീഷിൻ്റെ ഒരു ജേർണി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ആഴ്ച ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും തന്നെ ഇറിറ്റേഷൻ ആയിരുന്ന, എല്ലാവരുടെയും പൊതുശത്രുവായിരുന്ന അനീഷ് ഇപ്പോൾ 4 പേർക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്നു. അനീഷ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് എന്ന കപ്പൽ സേവ് ചെയ്യാൻ പര്യാപ്തമാണ് എന്ന് 4 മത്സരാർത്ഥികൾ വിശ്വസിക്കുന്നു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ ഇറിറ്റേറ്റിംഗ് ഗെയിമിൽ നിന്നും കുറച്ചുകൂടി പിന്മാറി പ്രശ്നങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഉത്തരവാദിത്തമുള്ള ഒരു മത്സരാർത്ഥിയായി എവിടെയോ മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന ഒരു സമർത്ഥനായ മത്സരാർത്ഥിയുടെ പരിവേഷങ്ങളുള്ള ഒരാളായി അനീഷ് മാറുന്നുണ്ട്. പിന്നീട് 3 പേർ ജിസേലിനെ കപ്പൽ സേവ് ചെയ്യുന്ന ഒരാളായി പറഞ്ഞു. പിന്നീട് 2 വോട്ടുകൾ നേടിയത് അഭിലാഷാണ്. അതേസമയം ബിഗ് ബോസ് വീട്ടിലെ കപ്പൽ മുക്കാൻ ശ്രമിക്കുന്ന മത്സരാർത്ഥികൾ ആര് എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് അനുമോളാണ്. അനുമോൾക്ക് 5 വോട്ടാണ് നേടിയത്. 2ാം സ്ഥാനത്തെത്തിയത് 3 വോട്ടുകൾ നേടി ഷാനവാസാണ്. ഇതുകൂടാതെ അക്ബറിനും ശാരികയ്ക്കും 3 വോട്ടുകൾ വീതമുണ്ട്. പിന്നീട് അതിൽ പരാമർശിക്കപ്പെട്ട പേരുകൾ ഒന്ന് ആദില നൂറയ്ക്ക് 1 വോട്ടും അനീഷിന് 1 വോട്ടുമാണുള്ളത്. ഈ മോർണിംഗ് ടാസ്കിൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ആര്യൻ എല്ലാവരുടെയും രക്ഷകനായി തിരഞ്ഞെടുക്കുന്നു എന്നതും, 2ാമത് അനീഷിന് സ്വീകാര്യത കൂടി വരുന്നു എന്നതും, 3ാമതായി ഷാനവാസും അപ്പാനി ശരത്തുമായുള്ള പ്രശ്നങ്ങൾ കൂടി വരികയാണ്, അവർക്കിടയിൽ മഞ്ഞുരുകുന്നില്ല എന്നതും, കഴിഞ്ഞ ആഴ്ച അനുമോളുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന ശൈത്യ ഇന്ന് കപ്പൽ മുക്കുന്ന ഒരാളായി അനുമോളെ നോമിനേറ്റ് ചെയ്തു എന്നതുമാണ്. ഇതൊക്കെയായാലും ബിഗ് ബോസ് വീട്ടിലെ കളികൾ മാറുന്നുണ്ടെന്നും മത്സരാർത്ഥികൾക്കിടയിൽ പുതിയ സമവാക്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആക്ടിവിറ്റി കൂടിയായിരുന്നു ഇന്നത്തേത്. വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ പുതിയ പല സമവാക്യങ്ങളും പുതിയ ഗ്രൂപ്പുകളും പുതിയ സ്ട്രാറ്റജികളും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിലും ഇനി ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റുകൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.